നമസ്കാരം. നമ്മൾ ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും നെഗ്ലിജിബിൾ ആയിട്ട് തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ. എന്താണ് ഇന്റർനെറ്റ് വിസിബിലിറ്റി? ഒരു കസ്റ്റമർ എല്ലായ്പ്പോഴും ബിസിനസിന്റെ കാറ്റഗറിയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് നെയിം ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് ABCD റെസ്റ്റോറൻ്റ് ആണ് നിങ്ങളുടെ ബിസിനസിന്റെ നെയിം എന്നിരിക്കട്ടെ. ഒരു കസ്റ്റമർ ഒരിക്കലും ABCD റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യില്ല. അവർ സെർച്ച് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് നിയർ മീ ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇൻ ദിസ് പ്ലേസ്, ആ രീതിയിലായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഗൂഗിളിൻ്റെ ലിസ്റ്റിങ്ങിൽ എത്രാമതാണ് വരുന്നത്, ഇതാണ് ഇന്റർനെറ്റ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയുന്നൊരു പരാതിയാണ്, എനിക്ക് ഒരുപാട് റിവ്യൂസും റേറ്റിംഗ്സും കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ വിസിബിലിറ്റി എപ്പോഴും താഴെ തന്നെയാണ്. എനിക്ക് ഗൂഗിൾ ലിസ്റ്റിങ്ങിൽ മുകളിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ റേറ്റിംഗ്സ് റിവ്യൂസും കുറഞ്ഞ നമ്മളുടെ കോമ്പറ്റീറ്റർ ബിസിനസ് നമ്മളുടെ ബിസിനസ്സിനേക്കാളും മുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. എന്താണ് ഇതിന് കാരണം? ഇത് അവർ പേയ്മെന്റ് കൊടുത്തിട്ടാണോ ഇനി ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഗൂഗിളിലെ വിസിബിലിറ്റി, അതായത് നമ്മൾ ഇന്റർനെറ്റ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ശരിക്കും ഈ ഒരു റിവ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആദ്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആണെന്ന് അറിയണമെങ്കിൽ അതിനകത്ത് വെബ്സൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. അപ്പോൾ പലപ്പോഴും പലരും പിന്നോട്ട് പോകുന്നൊരു കാര്യമാണ്, എൻ്റെ ബിസിനസ് ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല, വെബ്സൈറ്റ് ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, ഇത്രയും നാളും വെബ്സൈറ്റ് ഇല്ലെങ്കിലും എനിക്ക് ബിസിനസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വന്നോളൂ എന്നൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഗൂഗിൾ നിങ്ങളെ ഒരു ബിസിനസ്സായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് മസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ലാതിരിക്കട്ടെ, അപ്പോൾ ആ ഒരു റാങ്കിങ് നിങ്ങളുടെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഗൂഗിൾ ഫസ്റ്റ് നോക്കുക നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്നെസ്സിന് വേണ്ടത് ഫസ്റ്റ് പാരാമീറ്റർ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് വെരിഫൈഡ് ആയിരിക്കണം. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ കൃത്യമായിട്ട് നമുക്ക് OTP ഒക്കെ വെച്ച് വെരിഫൈ ചെയ്തൊരു പ്രൊഫൈലായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. പലപ്പോഴും പലരുടെയും പ്രൊഫൈലിൽ ആ ഒരു മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വെരിഫൈഡ് ആകാത്ത മൊബൈൽ നമ്പറിനെ വെരിഫൈഡ് ആക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റ റാങ്കിങ് ആണ്. എന്താണ് മെറ്റ റാങ്കിങ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു 3 പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിലേക്കുള്ള ട്രാഫിക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കുള്ള ട്രാഫിക്, നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിലേക്ക് വരുന്ന പുതിയ പുതിയ ചാറ്റുകൾ എന്നിവയെല്ലാം വെച്ചിട്ട് മെറ്റ നിങ്ങളെ റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റ റാങ്കിങ് കൂടെ വെച്ചിട്ടാണ് ഗൂഗിൾ നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കണം. രണ്ടാമത്തേത് മെറ്റ റാങ്കിങ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈലിലേക്ക് പുതിയ പുതിയ വിസിറ്റുകൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈൽ നിങ്ങൾ വല്ലപ്പോഴും കയറി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു വിസിറ്റ് മാത്രമേ കൗണ്ട് ചെയ്യപ്പെടുന്നുള്ളൂ. പുതിയ പുതിയ ഇമെയിൽ ഐ ഡികളിൽ നിന്നിട്ട് നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആ ഒരു പ്രൊഫൈൽ വിസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഗൂഗിളിൽ നിങ്ങളുടെ പ്രൊഫൈലിനെ ഒരു ലൈവ് പ്രൊഫൈൽ എന്നൊരു കൺസിഡറേഷൻ തരുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനെ ഒരു ഡെഡ് പ്രൊഫൈലായിട്ട് കൺസിഡർ ചെയ്യുകയും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൊസിഷനിങ് ഇമ്പ്രൂവ് ആവാത്ത രീതിയിൽ താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കണം, അതിനകത്ത് വെബ്സൈറ്റ് ക്ലബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വെരിഫൈഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മെറ്റ റാങ്കിങ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ കണക്റ്റഡ് ആയിരിക്കണം. ഈ ഒരു സോഷ്യൽ മീഡിയ പേജുകൾ ഇൻ സെൻസ് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഈ ഒരു 3 കാര്യത്തിലേക്കുമുള്ള ട്രാഫിക് വെച്ച് നിങ്ങളെ മെറ്റ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇതും ഗൂഗിളിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രൊഫൈലിലേക്കുള്ള വിസിറ്റുകളാണ്. അപ്പോൾ മാക്സിമം പുതിയ പുതിയ ഇമെയിൽ ഐ ഡിയിൽ നിന്നുള്ള വിസിറ്റുകൾ, പുതിയ പുതിയ ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് കാര്യം തന്നെയാണ് നമ്മുടെ റേറ്റിംഗ്സ്, റിവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഫാക്ട് തന്നെയാണ്, അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു റേറ്റിംഗ്സ്, റാങ്കിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഓർഗാനിക് വിസിബിലിറ്റി നമുക്ക് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു കസ്റ്റമർ നിങ്ങളുടെ ഒരു ബിസിനസ്സിലേക്ക് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരോട് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ നിങ്ങളൊന്ന് റാങ്ക് ചെയ്യണേ അല്ലെങ്കിൽ റേറ്റ് ചെയ്യണേ, നമ്മുടെ ഗൂഗിളിലൊന്ന് റിവ്യൂ ചെയ്തേക്കണേ എന്ന് പറയും. അപ്പോൾ പല കസ്റ്റമേഴ്സും റിവ്യൂ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവർ റിവ്യൂ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോകും, പക്ഷേ ഇവർ ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ റിവ്യൂ സ്റ്റാൻഡുകൾ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ സോ അതൊരു QR സ്റ്റാൻഡാണ്, നമ്മുടെ GPayയുടെ ഒക്കെ സ്റ്റാൻഡ് പോലെ ഒരു സ്റ്റാൻഡാണ്. സോ ഇതിൽ വന്നൊരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പ്രൊഫൈലിലേക്കുള്ള ആ ഒരു റേറ്റിംഗ്സ്, റിവ്യൂസ് അവിടെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് റിവ്യൂസ് റേറ്റിംഗ് മാത്രം കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ച് നമ്മുടെ ആ ഒരു ഇന്റർനെറ്റ് വിസിബിലിറ്റി ഒരിക്കലും ബൂസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. സോ അതിനെന്ത് വേണം? നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ലോഡ് ആവണം, നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് വേണം, അതേപോലെ നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിൽ പുതിയ ചാറ്റുകൾ വരണം, നമ്മുടെ ഗൂഗിൾ പ്രൊഫൈലിലേക്ക് വിസിറ്റ് വരണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ ഇതിലേക്കെല്ലാം ഒരു എൻട്രി നമുക്ക് എങ്ങനെ ഒരു കസ്റ്റമറെ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ സെയിം QR സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന അതേ QR സ്റ്റാൻഡ് തന്നെ കുറച്ച് AI ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബിസിനസ് ഓണറിന് ഒരിക്കലും നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എന്താണെന്നുള്ളത് ഞാൻ സാറിന് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഇത് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു QR സ്റ്റാൻഡാണ്. കസ്റ്റമൈസേഷൻ സെൻസ് നിങ്ങളുടെ ലോഗോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെ നിങ്ങളുടെ ഡെസ്കിൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കസ്റ്റമർ ഒരു സിംഗിൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള എന്തൊക്കെ ലിങ്കുകളാണോ അതെല്ലാം നമുക്ക് ഒരൊറ്റ സ്ക്രീനിൽ തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഈ ഒരു കസ്റ്റമർ ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യുന്നു, സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അവർ വെബ്സൈറ്റിലേക്ക് കയറിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരിക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ടച്ച് ചെയ്ത് കയറിപ്പോയെങ്കിലല്ലേ ഉള്ളൂ ആ ഒരു വിസിബിലിറ്റി വരിക. പക്ഷേ നമ്മളൊരു AI ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. കസ്റ്റമർ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആ QR കോഡ് സ്കാൻ ചെയ്യുന്നു, അതേസമയം അതിൻ്റെ ബാക്ക് എൻഡിൽ നിങ്ങളുടെ വെബ്സൈറ്റ് റൺ ആവും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലേക്കുള്ള ട്രാഫിക്കും ജനറേറ്റ് ആവുന്നുണ്ട്. സോ അതായത് കസ്റ്റമർ QR കോഡ് സ്കാൻ ചെയ്യുന്നത് ഒരേ ഒരു പർപ്പസിനാണ്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ഈ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്കുള്ള ട്രാഫിക്കും. ഇനി അടുത്തൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂസിന്റെ ഫിൽട്ടറേഷൻ ഓപ്ഷൻ നമ്മൾ അതിനകത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കസ്റ്റമർ എല്ലായ്പ്പോഴും പോസിറ്റീവ് റിവ്യൂ തന്നെ തരണമെന്നില്ല, അവർ നെഗറ്റീവ് റിവ്യൂസ് വിടാം. ഈ നെഗറ്റീവ് റിവ്യൂ പോസിറ്റീവ് റിവ്യൂ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് റിവ്യൂവിൽ നമ്മൾ പുതിയ പാഠം പഠിച്ചിട്ട് നമ്മൾ ചേഞ്ച് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് വെച്ചാൽ ചുമ്മാ ഒരു കമന്റിട്ട് പോകും, എന്താണ് ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആണ് കയറിക്കുക, റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡ് ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല എന്ന് മാത്രം ഒരു കമൻറ്റ് ചെയ്തിട്ട് അവർ അവരുടെ പാട്ടിന് പോകും. എന്ത് ഫുഡാണ് കൊള്ളാത്തത്, ഏതാണ് അവർക്ക് പ്രശ്നമായത്, എരി കൂടിയതാണോ ഉപ്പ് കൂടിയതോ, എന്താണ് ഇഷ്യൂ, ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാവും ആ ഒരു കമൻറ്റ് ഇടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് റിവ്യൂ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൂടെ നമ്മൾ തരുന്നുണ്ട്. കസ്റ്റമർ ഇടുന്നത് 4 സ്റ്റാറിൽ താഴെയാണെങ്കിൽ ഈ റിവ്യൂ ഗൂഗിളിലേക്ക് സബ്മിറ്റ് ആവില്ല. 4 സ്റ്റാറും 5 സ്റ്റാറും മാത്രമേ ഗൂഗിളിലേക്ക് സബ്മിറ്റ് ആവുള്ളൂ. അതേസമയം 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ഈ 3 വിഭാഗത്തിൽപ്പെട്ട കമന്റുകളും നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്കായിരിക്കും ലാൻഡ് ആവുക. അപ്പോൾ സെപ്പറേറ്റ് ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്ത് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആരാണ് റിവ്യൂ ചെയ്തത്, അവരുടെ പേര്, കോൺടാക്ട് നമ്പർ, അവരിട്ട റിവ്യൂ, എത്ര റേറ്റിംഗ്സ് ആണ്, അവർ ഏത് സമയത്താണ്, എന്ത് കമന്റാണ് ഇട്ടത്, ഇത് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യാം. ഇതിൽ ചോദിക്കാം, സാർ എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ആവാനുള്ളത്, എവിടെയാണ് നമ്മൾ ഡെവലപ്പ് ആവാനുള്ളത്. സോ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനും ആ റേറ്റിംഗ്സ് കൂട്ടി മീൻസ് അപ്പോൾ അത് നിങ്ങൾ ഇമ്പ്രൂവ് ഡെവലപ്പ് ആയ ശേഷം നമുക്ക് അവരെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ആ റേറ്റിംഗ്സ് മാറ്റി ഒരു 5 സ്റ്റാറോ 4 സ്റ്റാറോ ആക്കി കളക്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ആക്ച്വലി റിവ്യൂവിൻ്റെ പർപ്പസേ അത് തന്നെയാണല്ലോ. ആ പർപ്പസ് 100% നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നിങ്ങൾക്ക് ഇടുന്ന അഡീഷണൽ ബെനിഫിറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നേരെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമ്മൾ ഫുള്ളി കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇമേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലോഗോസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ കൺസേൺ വാങ്ങിയ ശേഷം മാത്രമേ നമ്മളത് പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ഫീച്ചർ കൂടെ നമ്മൾ ഈ ഒരു റിവ്യൂ സ്റ്റാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്ന ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് കസ്റ്റമറോട്, സാറേ ഒന്ന് റിവ്യൂ ചെയ്തേക്കണേ ചോദിക്കുമ്പോൾ ആ കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് കൂടെ നമ്മൾ ഇതിനകത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. അതായത് റിവ്യൂ ചെയ്യുന്ന എല്ലാ കസ്റ്റമറിനും ഒരു ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ഇതിനകത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു കസ്റ്റമറാണ്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അവൻ്റെ വാട്സപ്പിലേക്ക് അവനൊരു 1 ഇയർ മെമ്പർഷിപ്പാണ് കിട്ടുക, ഒരു കൂപ്പൺ മെമ്പർഷിപ്പ്. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പല കൂപ്പണുകൾ ഈ ഒരു കസ്റ്റമർക്ക് കിട്ടും. നിങ്ങളുടെ സെയിം കാറ്റഗറിയുള്ള കൂപ്പൺസ് കിട്ടില്ല. അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂപ്പൺ അവർക്ക് പോകില്ല, പകരം മറ്റു കാറ്റഗറിയിലുള്ള കൂപ്പണുകൾ അവർക്ക് പോയിക്കൊണ്ടേയിരിക്കും. 1 വർഷക്കാലത്തോളം അവർക്ക് വാട്സപ്പിലേക്ക് കൂപ്പൺ പോയിക്കൊണ്ടിരിക്കും.
ഈ ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്കും ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. നിങ്ങൾക്ക് ക്രോസ് ബ്രാൻഡിങ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ ഞങ്ങൾ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓഫർ ഇതേപോലെ റിവ്യൂ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള മറ്റു പല ബിസിനസ്സുകളും ഉണ്ടാവുമല്ലോ. ഉദാഹരണമായിട്ട് നിങ്ങൾ റൺ ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ജിമ്മിൽ ഇതേപോലെ QR കോഡ് വെച്ചെന്ന് വിചാരിക്കാം. ആ ജിമ്മിൽ QR കോഡ് സ്കാൻ ചെയ്യുന്ന കസ്റ്റമർക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ കൂപ്പൺ പോകും. ഇതിനെയാണ് ക്രോസ് ബ്രാൻഡിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ക്രോസ് ബ്രാൻഡിങ്ങും 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ക്രോസ് ബ്രാൻഡിങ് കൂപ്പൺ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് റിന്യൂവൽ വരുന്ന ഒരേ ഒരു കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റ തവണ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 തരത്തിലുള്ള പ്രോഡക്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ പ്രോഡക്റ്റ് സാധാരണ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഇല്ലാത്ത ഒരു ഗൂഗിളിൻ്റെ ലോഗോ മാത്രം വെച്ചിട്ടുള്ള ഒരു നോർമൽ സ്റ്റാൻഡ് ആയിരിക്കും. സോ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഞാൻ ഈ പറഞ്ഞത് തന്നെയായിരിക്കും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ കസ്റ്റമർക്കും എല്ലാ രീതിയിലുള്ള ആക്സസും ഉണ്ടാവും. പക്ഷേ ഡിസൈനിൽ മാത്രം ചേഞ്ച് ഉണ്ടാവും. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 2500 ആണ് വരിക. രണ്ടാമത്തേത് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ലോഗോ വെച്ച് നിങ്ങളുടെ ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതി ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ 2999 ആണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരിക. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫുള്ളി കസ്റ്റമൈസബിൾ തന്നെയായിരിക്കും. സെയിം നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2999 സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു എക്സ്ട്രാ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതൊരു NFC എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കും. ഇപ്പോൾ NFC നിങ്ങൾക്ക് അറിയാം, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് അതിലേക്ക് QR കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. NFC ഉള്ള മൊബൈൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. ആ ഒരു സ്റ്റാൻഡിലേക്ക് ഫോൺ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു പേജ് ഓപ്പൺ ആയി വരുന്ന ഒരു സിസ്റ്റമാണ് NFC എന്ന് പറയുന്നത്. സോ അത് എനേബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിൻ്റെ പ്രൈസ് 3499 ആണ്. അപ്പം ഇങ്ങനെ ഈ 3 തരത്തിലുള്ള സ്റ്റാൻഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെയുള്ള ഒരു പാക്കേജാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാക്കേജിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, എക്സ്ട്രാ സ്റ്റിക്കേഴ്സ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഫ്രീ മെമ്പർഷിപ്പുകൾ, നിങ്ങൾക്ക് കൂപ്പൺ മെമ്പർഷിപ്പ് വരുന്നുണ്ട്, ക്രോസ് ബ്രാൻഡിങ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. അതേപോലെ അഡ്മിൻ പാനൽ, നിങ്ങൾക്ക് ഈ നെഗറ്റീവ് റിവ്യൂ ആക്സസ് ചെയ്യാനുള്ള അഡ്മിൻ പാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അതേപോലെ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാതെ തന്നെ നമുക്ക് ആ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ദൂരെയാണ്, നിങ്ങളൊരു ഓൺലൈൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. സോ ആ കസ്റ്റമർ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്ന് QR കോഡ് സ്കാൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ വാട്സപ്പിലേക്ക് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഷെയറബിൾ ലിങ്ക് കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം, ഇതേപോലെയുള്ള റിവ്യൂ സ്റ്റാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, എന്തുകൊണ്ടാണ് നമ്മളുടെ ഹാഷ് ഇൻക്ലൂഡിൻ്റെ QR സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു ആൻസർ കൂടെ ഞാൻ പറയാം. കാരണം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു റിവ്യൂ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു തവണ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു ചേഞ്ചുകൾ പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പ് റൺ ചെയ്യുന്നു, നിങ്ങൾ അവിടത്തേക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കും. നിങ്ങൾ അവിടത്തേത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഷോപ്പ് ഒന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമോ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് തിരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവേറ്റഡ് സ്റ്റാൻഡിൽ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ നിങ്ങളുടെ വെബ്സൈറ്റോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളോ നിങ്ങളുടെ ഗൂഗിൾ ലൊക്കേഷൻ വരെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സസ് നമ്മൾ തരുന്നുണ്ട്. സോ അപ്പോൾ അനായാസമായിട്ട് നമുക്ക് ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ റിവ്യൂ ചെയ്യുന്നവർക്ക് റിവാർഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്നുണ്ട്. റിവ്യൂ ചെയ്യുന്നവർക്കെല്ലാം ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂവിൻ്റെ ഫിൽട്രേഷൻ ഉണ്ട്. റിവ്യൂ കാണാനുള്ള ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് അഡ്മിൻ പാനൽ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒരുപാടുള്ള നിങ്ങൾക്കൊരു ക്രോസ് ബ്രാൻഡിങ് പ്ലാറ്റ്ഫോം കൂടെ ഇതിനകത്തുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചറുമുള്ള ഈ ഒരു ഓപ്ഷൻ ലൈഫ് ടൈം വാലിഡിറ്റിയിൽ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരികയാണ്. 2500, 3000, 3500 എന്ന് പറയുന്ന ആ ഒരു 3 കാറ്റഗറി ആണെങ്കിലും ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ്. ഇതിനകത്ത് വേറെ ഒരു ഹിഡൻ ചാർജുകളോ റിന്യൂവൽ ഫീയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ലൈഫ് ടൈം ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് NFC വിസിറ്റിംഗ് കാർഡുകളാണ്. എന്താണ് NFC വിസിറ്റിംഗ് കാർഡ്? പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ NFC വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത് സാധാരണ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന വിസിറ്റിംഗ് കാർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് പേപ്പർ വിസിറ്റിംഗ് കാർഡുകൾ. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ പേപ്പർ വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ, സോ അവരത് വാങ്ങുന്നു. ഏതെങ്കിലും കാരണവശാൽ
ആ ഒരു കാർഡ് മിസ്പ്ലേസ് ആയി പോയാൽ നമ്മുടെ ഒരു കണക്ഷൻ അവിടെ ബ്രേക്ക് ആവുകയാണ്. തിരിച്ചും അവരുടെ വിസിറ്റിംഗ് കാർഡ് നമുക്ക് തരുമ്പോൾ നമ്മൾ അത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷനുടെ ബ്രേക്ക് ആവും, ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ, അതായത് നമ്മളൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് കൊണ്ട് പോവുകയാണെങ്കിൽ ഇതൊരു NFC കാർഡാണ്, ഇതൊരു ATM കാർഡ് പോലെ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ഇത് അവരുടെ ഫോണിലേക്ക് ടാപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പരും നമ്മുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ ബിസിനസ് ഇൻഫർമേഷൻ വിത്ത് ബ്രോഷർ ഉൾപ്പെടെ നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈസിയായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ അവരുടെ ഫോണിലേക്ക് ചെയ്യാൻ പറ്റും. ഇത് നോർമലായിട്ട് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ആമസോണിലൊക്കെ കിട്ടുന്ന വിസിറ്റിംഗ് കാർഡിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമലായിട്ടുള്ള NFC വിസിറ്റിംഗ് കാർഡിൽ നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും എന്നല്ലാതെ അവരുടെ ഇൻഫർമേഷൻ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മളുടെ ഈ ഒരു NFC വിസിറ്റിംഗ് കാർഡിൽ നമുക്ക് ആർക്കാണോ നമ്മൾ ആ കാർഡ് കൊടുക്കുന്നത് ആ കസ്റ്റമറിന്റെ ഡേറ്റ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺടാക്ട് ഷെയറിംഗ് വന്നെങ്കിൽ മാത്രമേ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ആ ബ്രിഡ്ജ് കംപ്ലീഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ആ ഒരു ബിസിനസ് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് പ്രോഡക്റ്റ്. ആക്ച്വൽ പ്രൈസ് വരുന്നത് 699 ആണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് വരുന്നത്. ഇതും ലൈഫ് ടൈം ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിന്റെ കൂടെ ചേർന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 rupees ഓഫ് വരുന്നുണ്ട്. 499 നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. സോ ഇതും ഫുള്ളി കസ്റ്റമൈസബിൾ ആയിരിക്കും. നിങ്ങളുടെ പേര്, ഡെസിഗ്നേഷൻ, നിങ്ങളുടെ കളർ തീം, അതേപോലെ തന്നെ നിങ്ങളുടെ ലോഗോ ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാർഡ് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ അപ്പോൾ എൻ്റെ പേര് രാഹുൽ എന്നാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നിങ്ങൾ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇന്റർനെറ്റ് വിസിബിലിറ്റി ബൂസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ ലോഗോ മാത്രം, നിങ്ങളുടെ എന്താണോ കസ്റ്റമൈസ് ചെയ്യേണ്ടത് ആ ലോഗോ മാത്രം അതിലേക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈനിങ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഡിസൈൻ നിങ്ങളെ കാണിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് പ്രിന്റ് ചെയ്ത് നമ്മൾ കൊറിയർ അയക്കും. നിങ്ങൾ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഇത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ഇന്റർനെറ്റ് വിസിബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള പുതിയ ടെക്നോളജികളുടെ ഭാഗമാവും. കാരണം നമുക്ക് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ഇല്ലാതെ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി വലിയ പാടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് വിസിബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു ഇന്റർനെറ്റ് വിസിബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഹെൽപ്ഫുൾ ആവുന്നത് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഞാൻ ഈ താഴെ കാണുന്നത് പോലെയുള്ള ക്ലയൻറ്റുകൾ, നമുക്ക് ഒരുപാട് ക്ലയൻറ്റുകൾ ഇപ്പോൾ തന്നെയുണ്ട്. നമ്മൾ ബേസിക്കലി കൊച്ചിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കമ്പനിയെങ്കിലും നമ്മൾ ചെന്നൈയിൽ ഒരുപാട് സ്റ്റാൻഡുകൾ നമ്മൾ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചെന്നൈയിലുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ സ്റ്റാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ താഴെ കാണുന്ന കസ്റ്റമേഴ്സ് എല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരിപ്പോഴും റിവ്യൂസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഹാഷ് ഇൻക്ലൂഡ് ഫാമിലിയുടെ ഭാഗമാകാം. ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് വിസിബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.